ഹലോ മക്കളെ, അപ്പം നമ്മൾ +1 തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്റർ ആയിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ തെർമോഡൈനാമിക്സിന്റെ കുറെ പോർഷൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് അതിന്റെ ഒരു ബേസിക്സ് വരുന്നത് അല്ലെ. അപ്പൊ തെർമൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തെർമോഡൈനാമിക്സിലെ പല ലോസും നമ്മൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എൻജിൻസിന്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്താണ് ഈ ഒരു പ്രോപ്പർട്ടീസിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ഓക്കെ, അപ്പൊ ബേസിക്കലി എന്താണ് നിങ്ങൾക്കറിയാം, നമ്മൾ ലൈഫിൽ നോർമൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ. ടെമ്പറേച്ചർ, ഹീറ്റ്, ഇങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് ഈ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സും ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പല ഫിനോമിനൻസിന്, നിങ്ങൾക്കറിയാം കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ഒക്കെ നമ്മൾ നോർമൽ ലൈഫിൽ ഒത്തിരി എക്സാമ്പിൾസ് ഉള്ള പ്രോസസ്സുകളാണ് അല്ലെ. അപ്പൊ ഒരുപക്ഷെ നമുക്ക് അതാണെന്ന് അറിയത്തുണ്ടാവില്ല, പക്ഷെ എന്താണ് നമ്മളത് ഡെയിലി ലൈഫിൽ നമുക്ക് പല രീതിയിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ തുടങ്ങുന്ന എപ്പോഴും എന്താണ് ടെമ്പറേച്ചർ, ഹീറ്റ് എന്ന രണ്ട് ഒരു കൺസെപ്റ്റ്സ് വെച്ചിട്ടാണ്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ ഹീറ്റ്, ടെമ്പറേച്ചർ എന്നൊക്കെ ഉള്ളത്? ടെമ്പറേച്ചർ നമ്മൾ യൂഷ്വലി ടെമ്പറേച്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ചുറ്റുമുള്ള എന്താണ് ഊഷ്മാവ് എന്നൊക്കെയാണ് നമ്മൾ പറയാം, മലയാളത്തിൽ പറയും. ഇല്ല, താപം, ഈ ടെമ്പറേച്ചർ, ഇതെല്ലാം ഏകദേശം മാറ്റി മാറ്റി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലെ. പക്ഷെ ഇത് രണ്ടും ടെമ്പറേച്ചറും ഹീറ്റും ഒന്നാണോ? അല്ല അല്ലെ, അവര് ഡിഫറെന്റ് എൻറ്റിറ്റീസ് ആണ്. ഇപ്പൊ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോഡിയുടെ ഹോട്ട്നെസ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഹോട്ട്നെസ്സിനെ സൂചിപ്പിക്കുന്ന, ഒരു ബോഡിയുടെ ഹോട്ട്നെസ്സിനെ സൂചിപ്പിക്കുന്ന ടേം ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹോട്ടർ ഒബ്ജക്റ്റ് ആയിരിക്കും. ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൾഡർ ഒബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും നമ്മൾ പറയാം. ഓക്കെ, സോ എന്താണ് ഈ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വരുമ്പോഴാണ് എപ്പോഴും എന്താ ഫ്ലോ ഓഫ് എനർജി നടക്കുന്നത്. എന്ത് ഫ്ലോ ഓഫ് എനർജി? ഹീറ്റ് അല്ലെ. സോ ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. ഓക്കെ, ടെമ്പറേച്ചർ നമുക്കൊരു എനർജി ഫോം എന്ന് പറയാൻ പറ്റില്ല. ഹീറ്റ് ആണ് ഫോം ഓഫ് എനർജി. എപ്പോഴാണ് ഈ സംഭവിക്കുന്നത്? ഹീറ്റ് എപ്പോഴാണ് ഫ്ലോ ചെയ്യുന്നത്? ഹീറ്റ് ഫ്ലോസ് when there is a change in temperature, അതായത് from a body at higher temperature to a body at lower temperature. അങ്ങനെയായിരിക്കും എപ്പോഴും ഹീറ്റിന്റെ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, സോ ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഓക്കെ, ആ എനർജി ട്രാൻസ്ഫർ ആവുകയാണ് എങ്ങനെ? ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്ക്. അപ്പം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർ ഓഫ് ഹോട്ട്നെസ് ആണ് ഒരു ബോഡിയുടെ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നമ്മുടെ ബേസിക് കൺസെപ്റ്റ് അതാണ്, ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് അല്ലെ. സോ ഈ ടെമ്പറേച്ചറിൽ ഏത് ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ ഡിസൈഡ് ചെയ്തിട്ടാണ് എന്ത് ഹീറ്റ് ഫ്ലോ ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ബേസിക്കലി പറയുന്നത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ അല്ലെ. ബോഡിയുടെ ടെമ്പറേച്ചർ അളക്കാൻ നമ്മൾ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? തെർമോമീറ്റർ. ഓക്കെ, സോ തെർമോമീറ്റർ യൂസ് ചെയ്താണ് നമ്മൾ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ അളക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളിൽ പല ആപ്ലിക്കേഷൻസും ടെമ്പറേച്ചർ നമ്മൾ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ ഈ ടെമ്പറേച്ചറും ഹീറ്റിന്റെ ബേസിക് ഒരു എന്താണ് കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പം ഹീറ്റും ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഹീറ്റ് എന്തായിരുന്നു? ഇറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. ഓക്കെ, ഇറ്റ് ഫ്ലോസ് ഫ്രം ബോഡി ടു അനദർ ബോഡി ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ ബേസിക് അതിന്റെ എന്തായിരിക്കണം കണ്ടീഷൻ? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്താണ്? സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്നാണ്, ജൂൾ ആണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഈ ടെമ്പറേച്ചർ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള സ്കെയിൽസ് യൂസ് ചെയ്യും. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, അതുപോലെ തന്നെ കെൽവിൻ സ്കെയിൽ, അങ്ങനെ പല സ്കെയിലുകൾ യൂസ് ചെയ്താണ് നമ്മൾ എന്താണ് ഈ ഒരു ഹീറ്റിന്റെ ട്രാൻസ്ഫർ, ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നമ്മൾ പറയുന്നത്. അതിൽ തന്നെ ബേസിക്കലി 2 പോയിന്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം അല്ലെ. നിങ്ങൾക്കറിയാം വെള്ളം തിളച്ചു തുടങ്ങുന്ന സ്റ്റീം പോയിന്റ് എന്ന് പറയാം അല്ലെ. നോർമലി നമ്മൾ ഏതാണ് നമുക്കറിയാം, ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയാം. അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് അല്ലെ ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീസ് ചെയ്യുന്ന, ഐസ് ആവുന്ന ഇത് അല്ലെ. അത് എത്രയായിരുന്നു? നമുക്ക് ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. അത് എത്രയായിരുന്നു? 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. അപ്പൊ സ്റ്റീം പോയിന്റും ഐസ് പോയിന്റും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റും അതുപോലെ തന്നെ ഫ്രീസിംഗ് പോയിന്റും നമുക്ക് വളരെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, ഇതുപോലെ തന്നെ ഇത് കെൽവിനിലും ഫാരൻഹീറ്റിലും ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ സ്കെയിലിലും ഈ സ്റ്റീമിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ്, അതുപോലെ തന്നെ ഐസ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് കാരണമാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അത് ഡിഫറെന്റ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്? എന്തൊക്കെയായിരുന്നു മക്കളെ? സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. ഓക്കെ, ഈ 3 സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചറിലും
സ്റ്റീം പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ്, ഐസ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഏതാണ്? സ്റ്റീം പോയിന്റ് അല്ലെ ബോയിലിംഗ് പോയിന്റ് അല്ലെ. അത് ഡിഗ്രി സെൽഷ്യസ് നമുക്ക് എല്ലാം അറിയാം. അപ്പം ബോയിലിംഗ് പോയിന്റ് എത്രയാണ് നമ്മുടെ ഡിഗ്രി സെൽഷ്യസിൽ പറയുമ്പം 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. അതേസമയം ഐസ് പോയിന്റ് നമുക്കറിയാം ഐസ് ആവുന്നത് അല്ലെ. എപ്പോഴാണ്, ഏത് ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ വെള്ളം തണുത്തുറഞ്ഞ ഐസ് ആവുന്നത്? സിമ്പിൾ ആയിട്ട് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. പക്ഷെ എന്താണ്, ഈ രണ്ട് സ്കെയിൽസ്, ഫാരൻഹീറ്റ് സ്കെയിൽ അതുപോലെ സ്കെയിലും കെൽവിൻ സ്കെയിലും, ഇത് രണ്ടും നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ബട്ട് എന്താണ്, SI യൂണിറ്റിൽ പറയുമ്പോൾ എന്താണ്, SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ പറയുമ്പോൾ എന്താണ്, അത് കെൽവിൻ സ്കെയിലായിരിക്കും നമ്മൾ പറയാ. ഓക്കെ, സോ കോമൺ ആയിട്ട് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും ഫാരൻഹീറ്റും കെൽവിനും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാംസിന് എന്താണ് ഇത് തമ്മിലുള്ള ഇന്റർ കൺവേർഷൻ. ഓക്കെ, ഫാരൻഹീറ്റ് തന്നിട്ട് കെൽവിനിൽ ചോദിക്കാം, ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ട് അത് കെൽവിനിലേക്ക് മാറ്റാനും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഈ ബേസിക് ക്വാണ്ടിറ്റീസ് പഠിച്ചിരിക്കുക, എന്നിട്ട് പിന്നെ നമുക്ക് കൺവേർഷൻ എന്താന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഫാരൻഹീറ്റിൽ സ്റ്റീം പോയിന്റ് എന്തായിരിക്കും? 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, സോ സ്റ്റീം പോയിന്റ് ഫാരൻഹീറ്റിൽ 212 ഡിഗ്രി ആയിരിക്കും, ഐസ് പോയിന്റിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺവേർഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇട്ടാൽ മതി, ആ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ബട്ട് എന്താണ്, എക്സാമിന് നമുക്ക് ടൈം സേവ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു കോൺസ്റ്റൻസ് എങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, സ്റ്റീം പോയിന്റ് ഫാരൻഹീറ്റിൽ എന്തായിരിക്കും, ഐസ് പോയിന്റ് എത്രയായിരിക്കും, അത്രയും. ഓക്കെ, ഇല്ല നിങ്ങൾക്ക് കൺവേർഷൻ ഒക്കെ ചെയ്യാൻ ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ നിങ്ങൾ ഇക്വേഷനിൽ 100 ഡിഗ്രിയും 0 ഡിഗ്രി ഒക്കെ ഇട്ടാൽ മതി. ഓക്കെ, അത് നമ്മൾ ഇനി ഇക്വേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ക്ലിയർ ആവും. പക്ഷെ എന്താണ്, അറ്റ്ലീസ്റ്റ് ഈ ഒരു സ്റ്റീം പോയിന്റും ഐസ് പോയിന്റും എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. അപ്പൊ നമുക്ക് എന്താണ് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇനി കെൽവിൻ സ്കെയിൽ നോക്കിക്കേ, കെൽവിൻ സ്കെയിലിൽ സ്റ്റീം പോയിന്റ് 373.15 കെൽവിൻ ആണ്. ഓക്കെ, സ്റ്റീം പോയിന്റ് എത്രയാണ്? 373.15 കെൽവിൻ. ഈ 15 എന്നുള്ള ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ 0.15 നമ്മൾ അങ്ങ് നെഗ്ലക്ട് ചെയ്യും, നമ്മൾ 373 തന്നെ അങ്ങ് എടുക്കും. ഓക്കെ, അതുപോലെ തന്നെ നോക്കിക്കേ, ഐസ് പോയിന്റ് എത്രയാണ് കെൽവിൻ സ്കെയില്? 273.15 കെൽവിൻ. ഓക്കെ, 273.15 കെൽവിൻ. അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഈ ഒരു ഇക്വേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഏറ്റവും നല്ല എന്താണ്, നിങ്ങൾ ഈ ബേസിക് ക്വാണ്ടിറ്റീസ്, ഓക്കെ, ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും നമ്മുടെ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും എന്താന്നുള്ളത് നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഇക്വേഷൻസ് നമുക്കൊന്ന് നോക്കാം. അതായത് സെൽഷ്യസും ഫാരൻഹീറ്റും കെൽവിനും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇവർ 3 പേര് ഇമ്പോർട്ടന്റ് ആണ്, ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവർ 3 പേരും തമ്മിലുള്ള കൺവേർഷൻസ് എന്തായാലും ക്വസ്റ്റ്യനിൽ ചോദിക്കും. നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാമിന് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ഫാരൻഹീറ്റ് ആൻഡ് ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഫാരൻഹീറ്റിനെയും ഡിഗ്രി സെൽഷ്യസിനെയും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ ആണ് ഇത്. നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇപ്പം അത് ഒരു ഫോമിൽ പറയുവാണെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ബൈ 100ഉം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ സിംപ്ലിഫൈ ആയിട്ട് ഏറ്റവും എളുപ്പത്തിലുള്ള ഫോമിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള ഫോർമുല എന്താണ്? F is equal to 9/5 C plus 32. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനിലോട്ട് എത്തിയെന്നുള്ളതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് ബേസിക്കലി ഈ ഒരു ഫോർമുല അറിഞ്ഞിരിക്കുക, അതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള ഇക്വേഷൻ എന്താ മക്കളെ? F is equal to 9/5 C plus 32. ഓക്കെ, അപ്പൊ C തന്നിട്ട് F ആക്കാൻ പറഞ്ഞാലും F തന്നിട്ട് C ആക്കാൻ പറഞ്ഞാൽ എന്താണ്, ഇത് റീഅറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ F is equal to 9/5 C plus 32. ഇനി നോക്കിക്കേ, കെൽവിനും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? Kelvin is equal to K is equal to degree Celsius plus 273.15. ഓക്കെ, അപ്പൊ നിങ്ങൾ കോമൺലി എന്താണ് നിങ്ങളുടെ ഇക്വേഷൻസിൽ, ഓക്കെ, നമ്മളിപ്പോ പ്രോബ്ലംസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ മിക്കപ്പോഴും എന്താണ് ഈ 0.15 നമ്മളങ്ങനെ നെഗ്ലക്ട് ചെയ്യും. അപ്പൊ എന്താണ് കെൽവിൻ ഈസ് ഈക്വൽ ടു C plus 273 എന്നായിരിക്കും നമ്മൾ പ്രോബ്ലംസിൽ എടുക്കുക. ഓക്കെ, ബട്ട് നിങ്ങളോട് ഇപ്പൊ ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ ആസ് സച്ച് ഒരു ക്വസ്റ്റ്യൻ, ഓക്കെ, ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻ തരുവാണെങ്കിൽ നിങ്ങൾ എന്താ കറക്റ്റ് ആയിട്ട് 273.15 എന്നുള്ളത് തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ കെൽവിൻ സ്കെയിലും ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? K is equal to degree Celsius plus 273.15. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന അനുസരിച്ച് നിങ്ങൾ എന്താ ഇന്റർ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, 243 കെൽവിനെ നിങ്ങൾക്ക് ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, എത്രയാണ് ക്വസ്റ്റ്യൻ? 243 കെൽവിനെ ഡിഗ്രി സെൽഷ്യസിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം തന്നെ കെൽവിനെ ഡിഗ്രി സെൽഷ്യസിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾ എഴുതുക. എന്താണ്? K is equal to degree Celsius plus 273.15. അപ്പൊ നമ്മളോട് തന്നിരിക്കുന്നത് എന്താണ്? കെൽവിൻ സ്കെയിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് എങ്ങോട്ടാ കൺവേർട്ട് ചെയ്യേണ്ടത്? ഡിഗ്രി സെൽഷ്യസിലേക്ക്. അപ്പൊ എന്ത് ചെയ്യാം,
K is equal to degree Celsius plus 273 എന്നുള്ള ഇക്വേഷൻ എഴുതി 273.15 മിസ് എന്താ 273 എടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഇനി നല്ലപോലെ അക്യുറേറ്റ് ആണെങ്കിൽ എന്താ മക്കൾക്ക് 273.15 എടുക്കാം. ഓക്കെ, ഒരു തെറ്റുമില്ല. ഓക്കെ, സോ 243 is equal to degree Celsius plus 273. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ, അതൊരു സൈഡിൽ നിർത്തുക, എന്നിട്ട് ബാക്കിയുള്ളതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക അല്ലെ. ഡിഗ്രി സെൽഷ്യസ് is equal to 243 minus 273. ഓക്കെ, 243 minus 273 എന്ന് വരും. അപ്പൊ എന്താണ് 273 minus 243 ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 7 minus 4 3 അല്ലെ, 30 minus 30 എന്ന് പറയും എന്ത് ഡിഗ്രി സെൽഷ്യസ് അല്ലെ. അപ്പൊ ഡിഗ്രി സെൽഷ്യസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ -30 എന്നായിരിക്കും എന്ത് 243 കെൽവിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ മെയിൻ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഇതാണ് അല്ലെ. അതായത് ഡിഗ്രി കെൽവിൻ സ്കെയിലും ഡിഗ്രി സെൽഷ്യസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? K is equal to degree Celsius plus 273.15. മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് 98.0°C ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പൊ ഫാരൻഹീറ്റിലാണ് തന്നിരിക്കുന്നത്. അതായത് ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ എത്രയാണ് മക്കളെ? 98.6 ഫാരൻഹീറ്റ്. ഫൈൻഡ് ദ ടെമ്പറേച്ചർ ഇൻ ഏതാണ്, ഏതൊക്കെ സ്കെയിൽസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആൻഡ് സെൽഷ്യസ് സ്കെയിൽ രണ്ടും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലെ. കെൽവിൻ സ്കെയിലും ചോദിച്ചിട്ടുണ്ട്, സെൽഷ്യസ് സ്കെയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ രണ്ടും എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്താ, രണ്ട് ഇക്വേഷൻസ് അറിയണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, നമ്മൾ ആദ്യം എന്താണ് ഇക്വേഷൻസ് രണ്ട് എഴുതി വെക്കുക. എന്തൊക്കെയായിരുന്നു? F is equal to 9/5 C plus 32. ഇതാണ് എന്ത്, നമ്മുടെ സി ആയിട്ടുള്ള സെൽഷ്യസിനെയും ഫാരൻഹീറ്റിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കെൽവിനെയും നമ്മുടെ സെൽഷ്യസ് സ്കെയിലിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? K is equal to C plus ഡിഗ്രി സെൽഷ്യസ് എഴുതാം കേട്ടോ, 273.15. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങളോട് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ എന്താണ് ഇക്വേഷൻ അങ്ങ് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നത് എന്താണ്? ഹ്യൂമൻ ബോഡി 98.6 ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ നോക്കാം. ആദ്യം ഫാരൻഹീറ്റിനെ എന്താണ് ഡയറക്റ്റ് കൺവേർഷൻ പറ്റുന്ന ഇക്വേഷൻ എന്താണ്? F is equal to 9/5 C plus 32. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. നമ്മുടെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഏതാണ്? ഇതല്ലേ. അപ്പൊ എന്താണ്, ഇത് നമുക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആദ്യം. ഓക്കെ, സോ എങ്ങനെ നിങ്ങൾക്ക് കിട്ടും? ശ്രദ്ധിച്ചേ, ഫാരൻഹീറ്റിൽ 98.6 ആണ്, 9/5 C എന്താണ്? C ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് 32. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, 9/5 C അങ്ങനെ വെക്കുക. ഈ 38 ഇങ്ങോട്ട് കൊണ്ടുവരിക, 98.6 minus 32 ഇങ്ങനെ വരും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് 98.6 minus 32 ചെയ്യാം. 98.6 minus 32 അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 8 minus 2 6 66.6 എന്ന് കിട്ടും അല്ലെ. 66.6 is equal to 9/5 C എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, 66.6 into 5 equal to 9C എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് C ആണ് വേണ്ടത്, അതായത് 66.6 into 5/9. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? 66.6 into 5/9. നിങ്ങൾ അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 37°C എന്ന് കിട്ടും. ഓക്കെ, എത്രയാണ്? 37°C. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞു നമ്മൾ സെൽഷ്യസ് സ്കെയിലിൽ ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിലിൽ എക്സ്പ്രസ് ചെയ്തു. അപ്പൊ ഇനി നമ്മളോട് എന്താണ്, ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ വേറൊരു പാർട്ടും കൂടി ഉണ്ട്. എന്താണ്? കെൽവിൻ സ്കെയിലും കൂടെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കെൽവിൻ സ്കെയിലും കൂടെ റെപ്രസെന്റ് ചെയ്യുക. കെൽവിൻ സ്കെയിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? കെൽവിൻ സ്കെയിൽ ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. എന്താണ്? കെൽവിൻ സ്കെയിൽ ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. അപ്പൊ എന്ത് ചെയ്യാ, അതിവിടെ എഴുതാം. ഓക്കെ, നമുക്ക് കെൽവിൻ സ്കെയിലാണ് കണ്ടുപിടിക്കേണ്ടത്. കെൽവിൻ സ്കെയിലിൽ എന്താണ്? K is equal to ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? 37 അല്ലെ. 37 പ്ലസ് 273.15. അത് നമുക്ക് എന്താ 273 എന്ന് എടുക്കാം. 273. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 273 പ്ലസ് 37 അല്ലെ. അപ്പൊ 7 3 10 10 11 എത്ര കിട്ടി നമുക്ക്? 310 കെൽവിൻ അല്ലെ. 310 കെൽവിൻ എന്ന് കിട്ടി. ഓക്കെ, സോ ഡിഗ്രി സെൽഷ്യസ് 37 ആകുമ്പോൾ കെൽവിൻ സ്കെയിൽ എത്രയായിരിക്കും? 310 കെൽവിൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൂന്ന് കൺവേർഷനും ഓക്കെ, സെൽഷ്യസ്, ഫാരൻഹീറ്റ് ആൻഡ് കെൽവിൻ, ഇത് മൂന്നും തമ്മിലുള്ള കൺവേർഷൻ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക,
നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഏതൊക്കെയായിരുന്നു ഇക്വേഷൻസ്? ഫാരൻഹീറ്റിനെയും സെൽഷ്യസിനെയും കണക്ട് ചെയ്ത് F is equal to 9/5 C plus 32. കെൽവിനെയും ഡിഗ്രി സെൽഷ്യസിനെയും കണക്ട് ചെയ്തോ K is equal to C plus 273.15. ഓക്കെ, അപ്പൊ ഇനി ഫാരൻഹീറ്റിനെയും കെൽവിനെയും നമ്മൾ എന്താണ് ഡയറക്റ്റ് കണക്ട് ചെയ്തുള്ള ഇക്വേഷൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലെവലിൽ എന്താണ് എപ്പോഴും നല്ലത് നിങ്ങൾ സെൽഷ്യസിലോട്ട് മാറ്റുക, എന്നിട്ട് കെൽവിനിലോട്ട് മാറ്റുക. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ എന്താ, നിങ്ങൾ ഈ 2 ഇക്വേഷൻസ് പഠിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റർ കൺവേർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷൻ ആണ് തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ എന്താണ് മക്കളെ തെർമൽ എക്സ്പാൻഷൻ? എക്സ്പാൻഡ് ചെയ്യുന്നു. എന്ത് കൊടുക്കുമ്പോൾ? ഹീറ്റ് കൊടുക്കുമ്പോൾ അല്ലെ, തെർമലി എക്സ്പാൻഡ് ചെയ്യുന്നു. ഹീറ്റ് കൊടുക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ എക്സ്പാൻഡ് ചെയ്യാം? ലെങ്ത് എക്സ്പാൻഡ് ചെയ്യാം, ഏരിയ എക്സ്പാൻഡ് ചെയ്യാം, അതുപോലെ തന്നെ വോളിയം എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഒരു ബോഡിയുടെ അല്ലെ മാറ്ററിന് ഉണ്ടാവുന്ന പലതരത്തിലുള്ള ചേഞ്ചസ് അല്ലെ, അതിന്റെ ഡയമെൻഷൻസിൽ പല ചേഞ്ചസ് വരാം. ഓക്കെ, അപ്പം അതിന് നമ്മൾ ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ, ഈ 3 കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താണ്? ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, ലീനിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലെങ്ത്. അതായത് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ ഒരു ബോഡിയുടെ എന്താണ് ഇൻക്രീസ് ചെയ്യുക ഇല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക? ലെങ്ത് അല്ലെ. സോ ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻക്രീസ് ഇൻ ലെങ്ത് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഇൻക്രീസ്. ഓക്കെ, ടെമ്പറേച്ചർ കൊടുക്കുന്നു, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ബോഡിയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്കതൊരു ഫിഗറിൽ കാണിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഇപ്പൊ സപ്പോസ് നിങ്ങളൊരു ഒരു സിലിണ്ടറിക്കൽ ഫോമിലുള്ള എന്തെങ്കിലും ഒരു ബോഡി കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിന്റെ ലെങ്ത് എല്ലായിരുന്നു. എന്ത് പറ്റി? ടെമ്പറേച്ചർ കൊടുത്തു. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചറിനെ നമുക്ക് എന്താ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് തീയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫയർ ആണ്, ഫയർ. ഓക്കെ, അപ്പൊ ഫയർ ആണിത്, ഫയർ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ദിസ് ഇസ് ഫയർ. അപ്പൊ ഫയർ കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് പറ്റി മക്കളെ? ഫയർ കൊടുത്തു കഴിഞ്ഞപ്പോ എന്താ പറ്റി? എൽ ലെങ്ത് ഉള്ള ഈ സിലിണ്ടർ എന്തായി? ഡെൽറ്റ എൽ ലെങ്ത്തും കൂടെ കൂടി. ഓക്കെ, ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെ. അപ്പൊ എൽ ലെങ്ത് ഉള്ള ഒരു സിലിണ്ടറിന്റെ ലെങ്ത് എന്താണ്? ഡെൽറ്റ എല്ലും കൂടെ കൂടി എൽ പ്ലസ് ഡെൽറ്റ എൽ ആയി അല്ലെ. ഈ എല്ലിന്റെ കൂടെ ഒരു ഡെൽറ്റ എല്ലും കൂടെ വന്നു, ഒരു ചെറിയ ലെങ്ത്തിന്റെ ഇൻക്രീസ് കൂടെ വന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? എൽ പ്ലസ് ഡെൽറ്റ എൽ ആവും. ഓക്കെ, അതാണ് ഇൻക്രീസ് വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ഉണ്ടായത് എത്രയാണ്? ഡെൽ എൽ ആണ് അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഈ ഡെൽറ്റ എൽ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്തിനൊക്കെ പ്രപ്പോർഷണൽ ആണ്? ഇറ്റ് ഇസ് പ്രപ്പോർഷണൽ ടു എന്തൊക്കെയാണ്? ഒറിജിനൽ ലെങ്ത് അല്ലെ. ഒറിജിനൽ ലെങ്ത്തിൽ നിന്ന് ഒരു കുറച്ച് ലെങ്ത് കൂടെ കൂടിയതിനെയാണ് ഈ ഡെൽറ്റ എൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ്? ഡെൽറ്റ എൽ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, ഇത് ഡയറക്ട് പ്രപ്പോർഷണാലിറ്റി ആണ്. ഓക്കെ, ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മൾ പറഞ്ഞു ഇവിടെ ഹീറ്റ് കൊടുത്തു അല്ലെ, അതായത് ടെമ്പറേച്ചറിൽ ചേഞ്ച് വന്നു അല്ലെ. ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉള്ളതുകൊണ്ടാണല്ലോ എന്താണ് ഹീറ്റിന്റെ ഫ്ലോ നടക്കുന്നത് അല്ലെ. അപ്പം അതിന് എന്താണ് പറയുക? ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുന്നതിന് ഡെൽറ്റ ടി എന്ന് എഴുതി. അപ്പൊ എന്താണ് ഇത്? നമ്മൾ പ്രപ്പോർഷണാലിറ്റി ആണ് അല്ലെ. ഡെൽറ്റ ഇസ് പ്രപ്പോർഷണൽ ടു എൽ ഡെൽറ്റ ടി എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രപ്പോർഷണാലിറ്റിനെ മാറ്റാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യുക? ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു ഇക്വേഷൻ ഫോമിലേക്ക് പ്രപ്പോർഷണാലിറ്റിനെ ഒരു ഇക്വേഷൻ ഫോമിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ഡയറക്ട് പ്രപ്പോർഷണാലിറ്റിക്ക് പകരം നമ്മൾ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ആൽഫ എൽ ഡെൽറ്റ ടി. ഓക്കെ, സോ ഡെൽറ്റ എൽ ഇസ് പ്രപ്പോർഷണൽ ടു ഒറിജിനൽ ലെങ്ത് എൽ ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി. ഓക്കെ, ഇപ്പൊ പ്രപ്പോർഷണാലിറ്റി മാറ്റം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഈക്വൽ ടു ഇട്ടു, അതായത് ഇക്വേഷൻ ഫോമിലേക്ക് എഴുതാൻ വേണ്ടി നമ്മൾ ഈക്വൽ ടു എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ കോൺസ്റ്റന്റ് ആണ് ആൽഫ. ഓക്കെ, അപ്പൊ ഈ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഇസ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, അതായത് ലീനിയർ എക്സ്പാൻഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേം എന്താണ്? ആൽഫ. ഓക്കെ, so delta L is equal to alpha L delta T, where alpha is the coefficient of linear expansion. Okay, so alpha ne namak ee idinathnu rearrange cheyid namak engane ezhudan pattum? Alpha is equal to delta L by L delta T. Okay, makkale ee oru equation valare important aanu, coefficient of linear expansion equation. Okay, appo idu enganeyanu varunennullana miss ingane parnja alle, adayithu സിലിണ്ടറിന്റെ ലെങ്ത് അല്ലായിരുന്നു, അത് ടെമ്പറേച്ചർ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ് ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് കാരണം ഡെൽറ്റ എൽ കൂടി. അപ്പൊ എന്ത് പറ്റി? ഡെൽറ്റ എൽ ഇസ് പ്രപ്പോർഷണൽ ടു എൽ ഡെൽറ്റ ടി. പ്രപ്പോർഷണാലിറ്റിനെ മാറ്റി നമ്മൾ ഇക്വേഷൻ ആക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതാണ് ആൽഫ. അതിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അല്ലെ.
അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇനി ഏരിയയും വോളിയം ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്താ നമ്മൾ പഠിച്ചു. ഇപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ബോഡി ഓഫ് യൂണിറ്റ് ലെങ്ത് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ശ്രദ്ധിച്ചേ, ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ലെങ്ത് കൂടുന്നു, അതാണ് സിമ്പിൾ ആയിട്ട്. പക്ഷെ എന്താണ് അതിന്റെ യൂണിറ്റ്സിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. എന്ത്? ടെമ്പറേച്ചർ എത്രയാണ്? 1 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോൾ ലെങ്ത് 1 മീറ്റർ ഉള്ള ഒരു ബോഡിയുടെ എത്ര ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവുന്നു, അതിനെയാണ് എന്ത് പറയാ? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. സോ ആൽഫ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ലെങ്ത്തിൽ നിന്ന് ഒരു ഡെൽറ്റ എൽ ലെങ്ത്തും കൂടെ കൂടി. അപ്പൊ ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഒരു സിലിണ്ടറിക്കൽ ഫോമിനെയാണ്, ഒരു റോഡിനെയാണ് കൺസിഡർ ചെയ്യുന്നത്, ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതേപോലെ വേറെ ആൾക്കാരും ഉണ്ടാവുമല്ലോ. എന്താണ്? നമ്മുടെ ഏരിയ എക്സ്പാൻഷൻ. ഓക്കെ, ഏരിയ എക്സ്പാൻഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സപ്പോസ് ഞാനിതൊരു സ്ട്രക്ചർ കൺസിഡർ ചെയ്തു, അത് ഏരിയ എ ആയിരുന്നു. ഓക്കെ, അതിന്റെ ഏരിയ പിന്നെ എന്ത് പറ്റി? ഇവിടെ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? ഡെൽറ്റ എ ഏരിയയും കൂടെ കൂടി. ഓക്കെ, എയുടെ കൂടെ പ്ലസ് ഡെൽറ്റ എയും കൂടെ കൂടി വലിയൊരു ഏരിയ ഉള്ള ഫിഗറായി മാറി. ഓക്കെ, അപ്പൊ ഏരിയ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞായിരിക്കും എന്തായിരിക്കും? വേർഡ് ഇതിൽ തന്നെയുണ്ട് അല്ലെ. എക്സ്പാൻഡ് ചെയ്യുന്നു. എന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? ഏരിയ അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഏരിയയിൽ ചേഞ്ച് ഉണ്ടാവുന്നു, ഏരിയ ഇൻക്രീസ് ആവുന്നു അല്ലെ. അപ്പം ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് കൂടുന്നു? ഏരിയ കൂടുന്നു. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ലെങ്ത് കൂടുന്നതിന് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ആൽഫ എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് വേണം? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ വേണം അല്ലെ. കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പോലെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, അത് എന്തിനോടൊക്കെ പ്രൊപ്പോർഷൻ ആണെന്ന് കണ്ടുപിടിക്കുക. അപ്പം ഏരിയ എ ഉള്ള ഒരു ബോഡി ആയിരുന്നു. ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അതിന്റെ ഡെൽറ്റ എ ഏരിയ കൂടി. അപ്പൊ നമുക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഡെൽറ്റ എ അല്ലെ, കൂടിയ ഏരിയ ഡെൽറ്റ എ ഈസ് പ്രപ്പോർഷണൽ ടു എന്തൊക്കെയാണ്? ഇനീഷ്യലി ഉണ്ടായിരുന്ന ഏരിയ എ ഇൻറ്റു എന്താണ് ചേഞ്ച്, പിന്നെ അവിടെ വന്നത് എന്താണ്? ടെമ്പറേച്ചർ അല്ലെ, ഡെൽറ്റ ടി. സോ ഡെൽറ്റ എ ഈസ് പ്രപ്പോർഷണൽ ടു എ ഡെൽറ്റ ടി എന്ന് കിട്ടി. അപ്പൊ നമുക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ശ്രദ്ധിച്ചേ. ഓക്കെ, ഡെൽറ്റ എ ഈസ് പ്രപ്പോർഷണൽ ടു എ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു അല്ലെ. ഡെൽറ്റ എ ഈസ് പ്രപ്പോർഷണൽ ടു എ ഡെൽറ്റ ടി. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ? ഈ പ്രപ്പോർഷണാലിറ്റിനെ നമുക്ക് എന്തൊക്കെ മാറ്റി ഒരു ഇക്വേഷനിലോട്ട് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യാ? ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു നമ്മളൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കോൺസ്റ്റന്റ് എന്താണ്? ആൽഫ, ബീറ്റ, ഗാമ, ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ലെങ്ത്, ഏരിയ, വോളിയം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് ബീറ്റ. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പറയും? എന്തായിരിക്കും പറയാ? നേരത്തെ ആൽഫേനെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു. എന്ത്? ടെമ്പറേച്ചർ കൊടുത്ത് ലെങ്ത് കൂടിയപ്പോൾ. അങ്ങനെയാണ് ഇവിടെ ബീറ്റ എന്ന് പറയുന്നതായിരിക്കും. ഇവിടെ എന്താ കൂടിയ മക്കളെ? ഏരിയ അല്ലെ. അപ്പൊ ഇതെന്തായിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. സിമ്പിൾ. ഓക്കെ, ബീറ്റ ഇൻറ്റു എ ഡെൽറ്റ ടി. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. അപ്പൊ ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി. ഓക്കെ, ഇതാണ് എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. അപ്പൊ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ? ബീറ്റ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ എഴുതുക. പിന്നെ എന്താണ് പറയാ? ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ഏരിയ ഓഫ് എന്ത്? ഏരിയ ഓഫ് എ ബോഡി വിത്ത് യൂണിറ്റ് ഏരിയ എന്തായിരുന്നു? 1 മീറ്റർ സ്ക്വയർ. ഓക്കെ, ബൈ ഗിവിംഗ് എ ടെമ്പറേച്ചർ ഓഫ് ബൈ ഹാവിംഗ് എ ടെമ്പറേച്ചർ എത്ര? 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. സോ ഇറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ബോഡി ഓഫ് യൂണിറ്റ് ഡയമെൻഷൻ when temperature increases by 1 degree Celsius. ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് മാറുമ്പോൾ ഏരിയ യൂണിറ്റ് ഡയമെൻഷനിൽ മാറുന്നത്. ഓക്കെ, അത് 1 മീറ്റർ സ്ക്വയർ ആവാം. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെങ്കിൽ. സോ ഇറ്റ് ഇസ് ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ബോഡി ഓഫ് യൂണിറ്റ് ഡയമെൻഷൻ. അത് യൂണിറ്റ്സിനെ സ്പെസിഫൈ ആണ്. യൂണിറ്റ് ഡയമെൻഷനിലുള്ള ഒരു ഇത് 1 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോൾ എത്രമാത്രം ഏരിയ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഗിവൺ ബൈ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി. തരവാണോ ഇത്? അപ്പൊ നമ്മൾ ഓൾറെഡി 2 പഠിച്ചു. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ എന്തായിരുന്നു നമുക്ക് റിവൈൻഡ് ചെയ്യാലോ. ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാവുന്നു. ഇനി അടുത്തത് എന്തായിരുന്നു? നമ്മുടെ ബീറ്റ അല്ലെ, ഏരിയ എക്സ്പാൻഷനിൽ അത് എത്രയായിരുന്നു? ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി. ഓക്കെ അല്ലേ? അപ്പൊ 2 കോഎഫിഷ്യൻസ് പഠിച്ചല്ലോ. ഇനി മൂന്നാമതൊരു കോഎഫിഷ്യന്റും കൂടെ ഉണ്ട്. അതാരായിരുന്നു? കോഎഫിഷ്യന്റ് ഓഫ്
വോളിയം എക്സ്പാൻഷൻ. ലെങ്ത് ആയി, ഏരിയ ആയി, ഇനി വോളിയം. ഓക്കെ, അപ്പൊ നമ്മൾ തെർമൽ എക്സ്പാൻഷനിൽ മൂന്നാമത്തെ കാറ്റഗറിയാണ് എന്ത്? വോളിയം എക്സ്പാൻഷൻ അല്ലെ. അപ്പൊ ലെങ്ത്, ഏരിയ. അപ്പൊ മൂന്നാമത്തെ ഡയമെൻഷൻ ഏതാണ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത്? ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മളൊരു ക്യൂബോർഡ് കൺസിഡർ ചെയ്തു. ഓക്കെ, അതിന്റെ വോളിയം V ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്? ടെമ്പറേച്ചർ കൊടുത്തു അല്ലെ. ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ്? വോളിയത്തിൽ ചേഞ്ച് വന്നു, വോളിയം ഇൻക്രീസ് ആയി അല്ലെ, എക്സ്പാൻഡ് ആയി. അപ്പൊ എന്താണ്? വിയിൽ നിന്ന് ഒരു ഡെൽറ്റ V അല്ലെ, ചേഞ്ച് ഇൻ വോളിയം, ഒരു ചെറിയ വോളിയം കൂടെ ഇൻക്രീസ് ചെയ്ത് V പ്ലസ് ഡെൽറ്റ V ആയി. ഓക്കെ, അപ്പൊ ആ ചേഞ്ച് ഇൻ വോളിയത്തിൽ എന്താണ് നിങ്ങൾ പറയാ? ഡെൽറ്റ V. അപ്പൊ എന്താ? ഇറ്റ് ഇസ് ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ വോളിയം കൂടുന്നു. അപ്പൊ നമ്മൾ നേരത്തെ എന്താ ലീനിയർ എക്സ്പാൻഷനും ഏരിയ എക്സ്പാൻഷനും ഒക്കെ നമ്മൾ ഓരോ കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെയും കണ്ടുപിടിക്കണം. കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്താണ്? ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഏതാണ്? ഗാമ. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി, ലെങ്ത്, ഏരിയ, വോളിയം. ഓക്കെ, ലെങ്ത്, ഏരിയ, വോളിയം. അത് എങ്ങനെ വരിക? ആൽഫ, ബീറ്റ, ഗാമ. അപ്പൊ ഗാമ ആയിരിക്കും എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഓക്കെ, ഇതാണ് ഗാമയുടെ സിമ്പിൾ. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഇപ്പൊ ശ്രദ്ധിച്ചേ, നമ്മൾ നേരത്തെ ഇത് എന്താണ് ഇൻക്രീസ് ചെയ്തത്, അത് ഏതിനോടൊക്കെ പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ബേസിക് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? ഡെൽറ്റ വി ഇസ് പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെയാണ്? ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം ഇസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഒറിജിനൽ വോളിയം വി, പിന്നെന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി. ഓക്കെ, സോ ചേഞ്ച് ഇൻ വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒറിജിനൽ വോളിയം വിയും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയ ഡെൽറ്റ ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി രീതിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇനി എന്താണ്? കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടുന്ന് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു, നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റിനെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പോവാ അല്ലെ. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു നമ്മൾ നമ്മുടെ കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആരാണ് നമ്മുടെ? ഗാമ അല്ലെ. ഗാമ വി ഡെൽറ്റ ടി അല്ലെ. ഗാമ വി ഡെൽറ്റ ടി. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഗാമയാണ് അല്ലെ. കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആണ് കിട്ടേണ്ടത്. അപ്പൊ ഗാമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗാമ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി അല്ലെ. ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി. ഓക്കെ, സോ ഇതാണ് എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഇതാണ് എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എഴുതുക, അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻ എഴുതുക. എന്താ? ഇറ്റ് ഇസ് എ ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ബോഡി ഓഫ് യൂണിറ്റ് ഡയമെൻഷൻ. ഓക്കെ, യൂണിറ്റ് ഡയമെൻഷൻ ഉള്ള ഒരു ബോഡിയുടെ വോളിയത്തിലുള്ള ഇൻക്രീസ് എപ്പം? ടെമ്പറേച്ചറിന്റെ ചേഞ്ച് 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടായിരിക്കുമ്പോൾ. ഓക്കെ, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നിങ്ങൾ ഒരു യൂണിറ്റ് ഡയമെൻഷൻ ഉള്ള ഒരു ബോഡിയിൽ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്തുമ്പോൾ അവിടെ എന്ത് വോളിയത്തിന്റെ ചേഞ്ച് ആണ് വരുന്നത്? അതിനെയാണ് നിങ്ങൾ പറയാ എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ഗാമ. അപ്പൊ മക്കളെ, ഈ 3 കാര്യങ്ങൾ നമുക്കൊന്ന് എന്താണ്? ഫൈനലൈസ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഓക്കെ, തെർമൽ എക്സ്പാൻഷൻ എന്താണ്? കോഎഫിഷ്യൻ. ആദ്യം ലീനിയർ എക്സ്പാൻഷൻ അല്ലെ. ലീനിയർ എക്സ്പാൻഷൻ, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ലെങ്ത് കൂടുന്നു അല്ലെ. അപ്പൊ അത് നിങ്ങൾ എങ്ങനെ എഴുതും? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആൽഫ അല്ലെ. ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ഓക്കെ, ഇനി അടുത്ത ഏതായിരുന്നു? ഏരിയ എക്സ്പാൻഷൻ അല്ലെ. ഏരിയ എക്സ്പാൻഷൻ, അത് നമ്മൾ എന്ത് പറയാ? ബീറ്റ അല്ലെ. ബീറ്റ ഈസ് ഈക്വൽ ടു എന്താ? ഏരിയ ആണ് എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഡെൽറ്റ എ ബൈ എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി. ഓക്കെ ആണോ? മൂന്നാമത്തെ എന്തായിരുന്നു? വോളിയം എക്സ്പാൻഷൻ അല്ലെ. തെർമൽ എക്സ്പാൻഷനിൽ 3 ക്വാണ്ടിറ്റീസ് ആണ് മിസ് പറയുന്നത്. വോളിയം എക്സ്പാൻഷൻ എന്തായിരുന്നു? ആൽഫ, ബീറ്റ, മൂന്നാമത്തെ എന്തായിരിക്കും? ഗാമ. ഓക്കെ, ഗാമ. അപ്പൊ ഗാമ എങ്ങനെ എഴുതാ? ഇങ്ങനെ അല്ലെ. ഗാമ ഇസ് ഈക്വൽ ടു, ഇതിൽ എന്തായിരുന്നു ചേഞ്ച് വരുന്നത്? ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏരിയ എക്സ്പാൻഷൻ. ഇതിൽ എന്തായിരുന്നു? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും ഇൻക്രീസ് ചെയ്യുക? വോളിയം. ഓക്കെ, സോ ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി. ഓക്കെ, അപ്പം ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ എന്താ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. കാരണം എന്താ? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങളോട് ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ഇല്ല ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. അപ്പൊ മക്കൾക്ക് ആ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആൽഫ, ബീറ്റ, ഗാമ തറവായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് ഒരു കടമ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തമ്മിലുള്ള റിലേഷൻസ് ഡിറൈവ് ചെയ്യുക. ഓക്കെ, ആൽഫയും ബീറ്റയും ആൽഫയും ഗാമയൊക്കെ തമ്മിലുള്ള റിലേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറയും. അപ്പൊ റിലേഷൻസ് ഡിറൈവ് ചെയ്യണ എന്താണ്? നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് ക്വാണ്ടിറ്റീസ് അറിയണം, എങ്ങനെയൊക്കെയാണ് പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്, എന്താണ് ഇവിടുത്തെ കോഎഫിഷ്യൻസ് എന്നൊക്കെ. ഓക്കെ,
സോ മക്കളെ നമ്മൾ ആൽഫ ബീറ്റ ഗാമ 3 തെർമൽ എക്സ്പാൻഷന്റെ കോഎഫിഷ്യൻസിനെ കണ്ടുപിടിച്ചു അല്ലെ. എന്തൊക്കെയായിരുന്നു? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. സോ ആൽഫ എന്തായിരുന്നു? ലീനിയർ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ് അല്ലെ. ബീറ്റ എന്തായിരുന്നു? ഏരിയൽ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ ഈ ആൽഫയും ബീറ്റയും തമ്മിലുള്ള കണക്ഷൻ, ഓക്കെ, എന്താണ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ? നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ആൽഫയും ബീറ്റയും കണ്ടുപിടിച്ചിട്ട് ഓൾറെഡി അത് എന്താണെന്ന് അറിയാമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനോട്ട് ഫൈനലി അതിന്റെ റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം ഓർമ്മയുണ്ടല്ലോ, ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. അപ്പൊ ബീറ്റ എന്തായിരിക്കും? ഏരിയയിലുള്ള ഇൻക്രീസ് അല്ലെ. അപ്പൊ അതെങ്ങനെയായിരിക്കും? ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി. അപ്പൊ ആ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സ്ക്വയർ ഷീറ്റ് ആണ് അല്ലെ. സോ വി ആർ കൺസിഡറിങ് എ സ്ക്വയർ ഷീറ്റ്. അപ്പൊ സ്ക്വയർ എന്താണ്? സ്ക്വയറിന്റെ ഇതെന്ന് ഏരിയ എന്ന് നമ്മൾ പറയുന്നത് സൈഡ് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു സ്ക്വയർ ഷീറ്റ് കൺസിഡർ ചെയ്യുന്നു. അതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത് എല്ലാണ്. അപ്പൊ രണ്ട് സൈഡിലെ ലെങ്ത് അല്ലെ, നമുക്കറിയാം ഈക്വൽ സൈഡ്സ് ആയിരിക്കും എന്ത് നമ്മുടെ സ്ക്വയറിനുള്ളത് അല്ലെ. അപ്പം ലെങ്ത് എൽ സൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഷീറ്റ്, അതിന്റെ ഏരിയ എ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഇനി ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? ഇതിന്റെ ഏരിയയിൽ ചേഞ്ച് വരും അല്ലെ. ആൽഫയും ബീറ്റയും തമ്മിലാണ്, അതായത് ലെങ്ത്തും ഏരിയയും തമ്മിലുള്ള ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ലെങ്ത് രണ്ട് സൈഡിലെയും ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ ആണ്, ഏരിയ എ ആണ്. ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഏരിയ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഏരിയ ഡെൽറ്റ എ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് മാറും. ലെങ്ത് എന്തായി? എൽ പ്ലസ് ഡെൽറ്റ എൽ ആയി ഒരു സൈഡിൽ. അതുപോലെ തന്നെ എന്താണ്? അപ്പുറത്തെ സൈഡിലും ലെങ്ത് കൂടി എൽ പ്ലസ് ഡെൽറ്റ എൽ ആയി. ഓക്കെ, സോ അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം തന്നെ ലെങ്ത്തിലും ഏരിയയിലും ഉണ്ടായ ചേഞ്ചസ് നിങ്ങൾ അങ്ങ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ, ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഇൻ ഡെൽറ്റ ടി. എന്ത് ചെയ്യാ? അത് ഫസ്റ്റ് ഇക്വേഷൻ ഇട്ടു. ഓക്കെ അല്ലെ. അതുപോലെ എന്താണ് കൂടിയത്? ലെങ്ത്തും കൂടി, അതുപോലെ തന്നെ ഏരിയയും കൂടി അല്ലെ. അപ്പം ഡെൽറ്റ, രണ്ടാമത്തെ എന്താണ്? ഡെൽറ്റ ഏരിയ കൂടി അല്ലെ. ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ കൂടുമ്പോൾ നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോഎഫിഷ്യന്റ് എന്തായിരുന്നു? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ അല്ലെ. അതായത് ബീറ്റ. ബീറ്റ എന്താണ്? ബീറ്റ ഇൻറ്റു ഒറിജിനൽ ഏരിയ എ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി. ഓക്കെ ആണോ? സോ എന്ത് ചെയ്യാ? ഡെൽറ്റ എല്ലും ഡെൽറ്റ എയും ആദ്യം അങ്ങ് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താണ്? ഏരിയ ആണ് ചേഞ്ച് ചെയ്തത് അല്ലെ. അപ്പൊ എന്താണ്? ചേഞ്ച് ഇൻ ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, ഡെൽറ്റ എയുടെ നമ്മൾ വേറൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈനലി ഉള്ള ഏരിയ മൈനസ് ഇനീഷ്യലി ഉള്ള ഏരിയ അല്ലെ. ആദ്യം എന്തായിരുന്നു ഏരിയ, പിന്നീട് എന്താണ് ഏരിയയിൽ ഉണ്ടായ ചേഞ്ച്, അതായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു എന്താണ്? ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ. ഓക്കെ, അപ്പൊ ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ഡെൽറ്റ എ ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? നമുക്കറിയാം ഒരു സ്ക്വയറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സൈഡ് സ്ക്വയർ ആണ് നമ്മൾ പറയാം അല്ലെ. സൈഡ് സ്ക്വയർ. അപ്പൊ എന്താണ് ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ എന്ന് പറഞ്ഞാൽ എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ മൈനസ്, ഓക്കെ, ഇനീഷ്യൽ ഏരിയ എന്തായിരുന്നു? ഇനീഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്ക്വയർ ഷീറ്റ് ഓഫ് സൈഡ്. എന്താണ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ സെന്റിമീറ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൽ ഇൻറ്റു എൽ സ്ക്വയർ അല്ലെ. എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ ഓൾ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. ഇനി എന്താ മക്കളെ? എ പ്ലസ് ബി ഓൾ സ്ക്വയർ അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ, നമ്മുടെ ചാക്കോമാഷിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? അത് എക്സ്പാൻഡ് ചെയ്യാ. എൽ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ പ്ലസ് 2l ഡെൽറ്റ എൽ അല്ലെ മൈനസ് എൽ സ്ക്വയർ. അപ്പൊ നോക്കിക്കേ, ഇവിടെ എൽ സ്ക്വയർ ഉണ്ട്, ഇവിടെ എൽ സ്ക്വയർ ഉണ്ട്, ഇതെല്ലാണ് എൽ സ്ക്വയർ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി എന്താണ്? ഡെൽറ്റ എൽ സ്ക്വയർ പ്ലസ് 2l ഡെൽറ്റ എൽ അല്ലെ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെ ചെറുതാണ്. അപ്പൊ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അല്ലെ. അപ്പൊ ഡെൽറ്റ എൽ സ്ക്വയർ എന്ന് പറഞ്ഞാലോ അത് തീരെ ചെറുതാണ് അല്ലെ. അപ്പൊ നമുക്ക് അതും നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ ഡെൽറ്റ എൽ സ്ക്വയറിന്റെ ടേം വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം? അത് 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ. ഓക്കെ, അതെന്ത് ചെയ്യാം? നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ഓക്കെ, അത് 0 ആണ്. ഇനി അപ്പൊ എന്താണ് ബാക്കി? നമുക്ക് എന്താണ് കിട്ടിയ ഇക്വേഷനിൽ? ഇനി നമുക്ക് ബാക്കി എന്താ ഉള്ളതെന്ന് എടുത്ത് എഴുതിക്കേ. ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു 2l ഡെൽറ്റ എൽ. ആകെപ്പാടെ നമുക്ക് ഇനി ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം കട്ട് ചെയ്ത് പോയി. ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു 2l ഡെൽറ്റ എൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഇനി ഡെൽറ്റ എക്കും ഡെൽറ്റ എല്ലും നമ്മൾ ഓൾറെഡി അതിന്റെ ഇക്വേഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? അത് ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു?
ഏരിയ എക്സ്പാൻഷൻ അല്ലെ. അപ്പൊ ബീറ്റ എ ഡെൽറ്റ ടി അല്ലെ ഈക്വൽ ടു 2. ഇനി എൽ ഡെൽറ്റ എൽ, ഡെൽറ്റ എല്ലിന് പകരം നമ്മൾ എന്തായിരുന്നു മക്കളെ എഴുതിയ ശ്രദ്ധിച്ച എന്തായിരുന്നു? ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ആൽഫ എൽ ഡെൽറ്റ ടി അല്ലെ. ഇത്രയായിരുന്നു കിട്ടിയത്. ഇനി എന്ത് ചെയ്യാ? കോമൺ ആയിട്ടുള്ള ടേംസിനെ എല്ലാം ക്യാൻസൽ ചെയ്തോളാം. 2L ഉണ്ട്. അപ്പൊ 2L സ്ക്വയർ ആൽഫ ഏറ്റവും സൈഡിലേക്ക് എടുക്കുക. ആൽഫ 2L സ്ക്വയർ ഡെൽറ്റ ടി കിട്ടി. ഓക്കെ, ഇനി ഇവിടെയോ ബീറ്റ എ ഡെൽറ്റ ടി കിട്ടി. അപ്പൊ എന്ത് ചെയ്യാം? ഇനി കോമൺ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഡെൽറ്റ ടിയും ക്യാൻസൽ ചെയ്യാലോ. ഇനി 2L സ്ക്വയർ, മക്കളെ എൽ സ്ക്വയർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ കൺസിഡർ ചെയ്തത് എന്തായിരുന്നു? ഒരു ഷീറ്റ്, സ്ക്വയർ ഷീറ്റ് ഓഫ് ഏരിയ എ, അതിന്റെ സൈഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? എൽ സ്ക്വയർ ആണ് അല്ലെ. അപ്പം എൽ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? ഏരിയ ഓഫ് ദ സ്ക്വയർ ഷീറ്റ് അല്ലേ. അപ്പം നമുക്ക് എന്താ എൽ സ്ക്വയറിന് വരെ എന്ത് കൊടുക്കാം? ആൽഫ ഇൻറ്റു 2A. നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളുക. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഏരിയ. ഏരിയ എന്ന് വെച്ചാൽ എൽ സ്ക്വയർ ആണ്. അതുകൊണ്ട് നമ്മൾ എൽ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബീറ്റ എ ഈസ് ഈക്വൽ ടു ആൽഫ 2A. അപ്പൊ എയും കട്ട് ചെയ്തു. പിന്നെ എന്ത് കിട്ടി? ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആൽഫ. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്താണ്? ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആൽഫ. ഇതാണ് ലീനിയർ എക്സ്പാൻഷന്റെയും ഏരിയ എക്സ്പാൻഷനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, സോ ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക മക്കളെ? ഇത് ചെയ്യുക. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും ഏരിയ എക്സ്പാൻഷനും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇക്വേഷൻ അറിയണം. എന്നാൽ മാത്രം നമുക്കത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ നെക്സ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ഗാമ ആണ്. അതായത് ലീനിയർ എക്സ്പാൻഷനും വോളിയം എക്സ്പാൻഷനും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക? ഒരു ക്യൂബ് കൺസിഡർ ചെയ്യാണ്, വോളിയം V. അപ്പൊ അതിന്റെ എന്താണ് വോളിയം ഓഫ് എ ക്യൂബ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റ് ഒക്കെ നമ്മൾ എന്താണ് L എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ L ഇൻറ്റു L ആയിരിക്കും എന്ത്? വോളിയം ഓഫ് ദ ക്യൂബ്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ വോളിയം കൂടുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ വോളിയം കൂടുമ്പോൾ എന്താവും? ഓരോ സൈഡിനും ഡെൽറ്റ എൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താവും? L പ്ലസ് ഡെൽറ്റ എൽ ഇവിടെയാകും. ബ്രെഡ്ത്തിലും L പ്ലസ് ഡെൽറ്റ എൽ ആവും. ഹൈറ്റും എന്ത് തന്നെയാവും? L പ്ലസ് ഡെൽറ്റ എൽ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ള റിലേഷൻസ് നോക്കുക. ആൽഫയും ഗാമയും. ആൽഫ എന്ന് പറഞ്ഞാൽ ലീനിയർ എക്സ്പാൻഷൻ ആണ് അല്ലെ. അപ്പൊ ലീനിയർ എക്സ്പാൻഷന്റെ നമ്മൾ ഡെൽറ്റ എൽ എന്താന്ന് എഴുതുക, അതുപോലെ തന്നെ ഡെൽറ്റ വി എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ആൽഫ എൽ ഡെൽറ്റ ടി. ഇനി നമുക്ക് എന്താണ്? ആൽഫയും ഗാമയും തമ്മിലുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പൊ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം അല്ലെ. അപ്പൊ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഗാമ അല്ലെ, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ, ഗാമ വി ഡെൽറ്റ ടി. ഓക്കെ അല്ലെ, സെറ്റിൽ അല്ലേ മക്കളെ? ഇത് രണ്ടും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന നമ്മൾ പഠിച്ചത് അല്ലെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വോളിയം ആണ് ഇൻക്രീസ് ചെയ്യുക അല്ലെ. വോളിയം ഇൻക്രീസ് ചെയ്യുന്നു ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ. അപ്പൊ അതിന് മുന്നേ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു ഇത് ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. എന്തായിരുന്നു? മാത്സില് A പ്ലസ് ബി ഓൾ ക്യൂബ് എന്തായിരുന്നു? A ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് എന്ത് ചെയ്യാ? ആദ്യം 3 എഴുതുക, 3. ഇനി ഓൾ ക്യൂബ് അല്ലേ, അപ്പൊ 3. ഇനി ആദ്യത്തേതിന് സ്ക്വയർ കൊടുക്കുക, 3A സ്ക്വയർ ബി. ഇനി എന്ത് ചെയ്യാ? അപ്പം A പ്ലസ് ബി ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? A ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3A സ്ക്വയർ ബി പ്ലസ് 3AB സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡെൽറ്റ വി ആണ് അല്ലെ. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. അങ്ങനെയല്ലേ മക്കളെ? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. അപ്പൊ ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ക്യൂബിന്റെ വോളിയത്തിന് എങ്ങനെ കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ. പക്ഷെ ഇവിടെ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ഒക്കെ എന്താണ്? L എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് വരും? ഫൈനൽ വോളിയത്തിന് ഓരോ സൈഡിൽ ലെങ്ത് L പ്ലസ് ഡെൽറ്റ എൽ ആയി. അപ്പൊ എങ്ങനെ വരും? ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? L പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ്. ഇനി ഇനീഷ്യൽ വോളിയം എന്തായിരുന്നു? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് L ഇൻറ്റു L ഇൻറ്റു L ക്യൂബ് അല്ലെ. അപ്പൊ എങ്ങനെയാ വരിക? മൈനസ് L ക്യൂബ്. ഇനി എന്ത് ചെയ്യാ? ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം A പ്ലസ് ബി ഓൾ ക്യൂബ് ഈസ് ഈക്വൽ ടു A ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3A സ്ക്വയർ ബി പ്ലസ് 3AB സ്ക്വയർ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ഡയറക്ട്ലി നിങ്ങൾ അത് അനുസരിച്ച് ഈ ഒരു ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുക. L ക്യൂബ് പ്ലസ് ഡെൽറ്റ L ക്യൂബ് പ്ലസ് 3A സ്ക്വയർ ബി എങ്ങനെയാണ്? 3L സ്ക്വയർ ഡെൽറ്റ എൽ പ്ലസ് 3AB സ്ക്വയർ വരുമ്പോൾ 3A ഡെൽ എൽ സ്ക്വയർ. ഇനി എന്താണ്? വി ഐ മറക്കല്ല അല്ലെ. വി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ്
അത് ഫസ്റ്റ് ക്യൂബ്. അതെന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ എത്ര വരും? എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ എത്ര വരും? എൽ ക്യൂബ് അല്ലെ, മൈനസ് എൽ ക്യൂബ്. ഇനി എന്താ കോമൺ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യാ, എൽ ക്യൂബ് എൽ ക്യൂബ്. പിന്നെ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ വളരെ ചെറുതാണ്, അപ്പം ഡെൽറ്റ എൽ സ്ക്വയർ എന്തായിരിക്കും? അതിലും ചെറുതായിരിക്കുന്നതുകൊണ്ട് അതും ക്യാൻസൽ ചെയ്യാം. പിന്നെ ഡെൽറ്റ എൽ ചെറുതാന്ന് നമ്മൾ പറഞ്ഞു, അപ്പൊ ഡെൽറ്റ എൽ ക്യൂബ് എന്തായിരിക്കും? തീരെ മൈന്യൂട്ട് ആയിരിക്കും, സ്മോൾ ആയിരിക്കും അല്ലെ. അപ്പൊ ഡെൽറ്റ എൽ ക്യൂബ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കി എന്ത് കിട്ടി? ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 3l സ്ക്വയർ ഡെൽറ്റ എൽ. ഇത്രയാണ് നമുക്ക് കിട്ടിയത് അല്ലെ. ഇനി എന്ത് ചെയ്യാ? ഡെൽറ്റ വിക്കും ഡെൽറ്റ എല്ലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ. ആൽഫയാണോ? അല്ല അല്ലെ, ആൽഫ അല്ല, ഗാമയാണ് അല്ലെ. ഗാമ വി ഡെൽറ്റ ടി അല്ലെ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഇനി 3l സ്ക്വയർ ഡെൽറ്റ എൽ. ഡെൽറ്റ എല്ലിന് നമ്മൾ എന്തായിരുന്നു ഓൾറെഡി അതിന്റെ റിലേഷൻ കണ്ടുപിടിച്ചല്ലേ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 3l സ്ക്വയർ ആൽഫ എൽ ഡെൽറ്റ ടി. ഓക്കെ, ഇനി നമുക്കറിയാം എൽ സ്ക്വയർ ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ 3l ക്യൂബ് എന്ന് വരും അല്ലെ. 3l ക്യൂബ് ആൽഫ ഡെൽറ്റ ടി. എൽ ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? വോളിയം ഓഫ് ദ ക്യൂബ് അല്ലെ. അപ്പം നിങ്ങൾക്ക് എന്താ എൽ ക്യൂബിന് വരാം 3v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ, ആൽഫ ഡെൽറ്റ ടി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും, ഗാമ വി ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 3 ആൽഫ വി ഡെൽറ്റ ടി അല്ലെ. അപ്പൊ വി ഡെൽറ്റ ടിയും വി ഡെൽറ്റ ടിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ. സൈഡ്സിൽ ഒരേപോലെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ത് കിട്ടും? ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെയാണ്, ഗാമ ഈസ് ഈക്വൽ ടു 3 ആൽഫ. Okay, so what is the relation connecting coefficient of volume expansion and linear expansion? Gamma is equal to 3 alpha. Okay, so thermal expansion coefficient of linear expansion, area expansion, volume expansion മൂന്നും പഠിച്ചു വെക്കുക, ആൽഫ ബീറ്റ ഗാമ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക? റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ എന്തായിരുന്നു? ബീറ്റ ഇസ് ഈക്വൽ ടു 2 ആൽഫ. അപ്പൊ മൂന്നാമത്തെ എന്തായിരിക്കും? റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ഗാമ അല്ലെ. അപ്പൊ എന്ത് വരും? ഗാമ ഇസ് ഈക്വൽ ടു 3 ആൽഫ. ഓക്കെ അല്ലേ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിക്കുക, കൂടുതൽ റിവൈസ് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻസും ബാക്കിയുള്ള വരുന്ന ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.